എനിക്കിത് മതി. ഓ, ഇതെന്തൊരു പവർ! 2 ദിവസം കൂടെ കഴിയുമ്പോ കാണാം പിള്ളേര് പമ്പരം പോലെ കറങ്ങണത്. നമ്മൾ ഇതുപോലെ എത്ര കണ്ടിരിക്കണം. വെറുതെ സമയം കളയാൻ വേണ്ടി 50,000 60,000 രൂപ കൈക്കൂലി കൊടുത്ത് പഠിപ്പിക്കാൻ വരുന്നവരെ കുട്ടികൾ അനുസരിക്കില്ല, ബഹുമാനിക്കില്ല. ജോലി അറിയാവുന്നവരെ ബഹുമാനിക്കാൻ കുട്ടികൾക്കറിയാം. എന്തൊരു സുഖങ്ങൾ തന്നെ, വയറ് നിറച്ച് ഭേഷായിട്ട് കിട്ടിയല്ലേ. പൈസ നീ ഇവിടെ എപ്പ എത്തി? എന്തടാ ഇവിടെ? അതല്ലടാ, ഈ സിറ്റിയിൽ എന്തെടുക്കുന്നു? എനിക്കിപ്പോ ഇവിടെ ജോലി. ഇന്ന് ജോയിൻ ചെയ്തു SP കോളേജ് ലെക്ചറായിട്ട്. ഞാൻ ആ കോളേജിലെ പീഡിയ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല നീ വന്ന കാര്യം. നീ എവിടാണെന്ന് ഞാനെങ്ങനെ അറിയും? ഞാൻ ഇന്ന് ലീവായിരുന്നു. അത് പോട്ടെ, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നു? ബസ് സ്റ്റാൻഡ് അടുത്തൊരു ലോഡ്ജില്. കേറാ. അത് പോട്ടെ, നീ ഇതൊക്കെ എപ്പോ തുടങ്ങി? ഇപ്പൊ ഇതാ സേഫ്, ബാക്കിയൊക്കെ വിഷമാ. അതല്ലടാ ചോദിച്ചത്. നീ വണ്ടി വിട്, കാര്യമൊക്കെ പിന്നെ പറയാം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കെന്താടാ ഒരു ജോലിയുടെ ആവശ്യം? എനിക്കെന്താ വയറില്ലേ? വായം തുറന്നിരുന്ന ആകാശം വല്ലതും വന്ന് വീഴൂ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? PC കുറുപ്പിന്റെ മകൻ ഒരു ജോലിയുടെ ആവശ്യമോ? നീ ആളാകെ മാറിപ്പോയി. മാറ്റിയതാ. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും. നീ എന്താടാ പറഞ്ഞേ? കോളേജിലെ പീഡിയാണെന്നോ? നീയും സ്പോർട്സുമായിട്ട് എന്താടാ ബന്ധം? അതൊക്കെ ഉണ്ടടേ. ഇരി. എനിക്ക് വേണ്ട. ചാരായതുകൊണ്ടാ? അതുകൊണ്ടൊന്നുമല്ല. പാടുന്നേ പാടി വരുന്നേ, പാടുന്നേ പാടി വരുന്നേ, ഞങ്ങൾ കപ്പും കൊണ്ടുവരുന്നേ, ഞങ്ങൾ കപ്പും കൊണ്ടുവരുന്നേ, പാടി പാടി നേടിയ കപ്പുമായി, പാടി പാടി നേടിയ കപ്പുമായി, ചാടി ചാടി ഞങ്ങൾ വരുന്നേ.